യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൽ കുറെ കൂടി ആശ്രയിക്കാനും ദൈവം നൽകുന്ന എല്ലാ അവസരത്തിനും സമയത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവം നമ്മെ സമർത്ഥമായി എല്ലാ അർത്ഥത്തിലും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകട്ടെ. ഇന്ന് ഞായറാഴ്ച ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയുടെയും യോഗ്യതയിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ വചനം കേട്ടവർ, ആ വചനം എഴുതുന്നവർ, ആ വചനം അയച്ചു കൊടുക്കുന്നവർ, ആ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ, മാതാപിതാക്കൾ, യുവതീ-യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയട്ടെ. നമ്മുടെ മേൽ വരേണ്ട ദൈവാനുഗ്രഹങ്ങളുണ്ട്. അതിനെ തട്ടിക്കളയുന്നതെല്ലാം, മാറ്റിക്കളയുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. ദൈവാനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ദൈവാനുഗ്രഹങ്ങളെ മാറ്റിക്കളയുന്ന എന്തെങ്കിലും ഞങ്ങളിലുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റി ഞങ്ങളിൽ വരേണ്ട അനുഗ്രഹങ്ങളെ ഞങ്ങളിൽ എത്തിക്കണമേ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പേർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം കേൾക്കും. അത് കേട്ടതിന് ശേഷമാണ് അവരുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ചിലർ ദിവസത്തിൻ്റെ പല സമയങ്ങളിലും ഇത് കേൾക്കും. എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവചനം ഒന്ന് ശ്രദ്ധിക്കാം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗം വായിക്കുവാണ്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഉസ് ദേശത്ത് ജോബ് എന്ന ഒരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. ആരായിരുന്നു ജോബ് എന്നെഴുതിയിട്ടുണ്ട്. ഇനി ജോബ് ചെയ്തിരുന്നൊരു കാര്യം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാം ഭാഗമാണ് വായിക്കുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മക്കളിൽ ഓരോരുത്തർക്ക് വേണ്ടിയും ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നയാളാണ്. ഓരോ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. ദൈവഭക്തനായി ജീവിച്ച ഒരാളാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന ഒരാളാണ്. ഞാനിത് വായിച്ചത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ നിന്ന ഒരു വ്യക്തിക്ക് എന്തിലൊക്കെയാണ് ദൈവ സംരക്ഷണം കൊടുത്തത്? എവിടെയൊക്കെയാണ് ദൈവികമായ സംരക്ഷണം ആ വ്യക്തിക്ക് കിട്ടിയത്? ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു വ്യക്തിക്ക് എന്തിനൊക്കെയാണ്, എവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായത്, സംരക്ഷണമുണ്ടായത്? ഇന്ന് വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ ഈ വചനം പ്രയോജനപ്പെടും. ഈ വചനം 10-ാമത്തെ വാക്യം. അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി. എന്തിനൊക്കെയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായത്? ഒരാൾ ദൈവഭക്തി, പ്രാർത്ഥന,
ദിനം തോറും അതിരാവിലെ എഴുന്നേറ്റ് ദഹനബലി അർപ്പിച്ചു, പ്രാർത്ഥിച്ചു. എവിടെയൊക്കെയാണ് ദൈവാനുഗ്രഹം ഉണ്ടായത്? അവനും അവൻ്റെ ഭവനത്തിന്, സമ്പത്തിന് എല്ലാം. നിങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും സമ്പത്തെയും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. തീർന്നില്ല, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. സാമ്പത്തികമായ വർധനവ് കൊടുത്തു, സുരക്ഷിതത്വം കൊടുത്തു, ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി. അപ്പം ഒരാൾ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും അടുത്ത് ദൈവഭക്തനായി ജീവിക്കുമ്പം ആ വ്യക്തിക്ക് മാത്രമല്ല അതിൻ്റെ ഗുണമുള്ളത്, ആ വ്യക്തിക്ക് മാത്രമല്ല ആ ഒരു സംരക്ഷണം അനുഭവിക്കാൻ കഴിയുക. ആ വ്യക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു കരവലയമുണ്ട്, ദൈവത്തിൻ്റെ ഒരു സുരക്ഷിതത്വം, ദൈവം കൊടുക്കുന്നൊരു സുരക്ഷിതത്വമുണ്ട്, ദൈവം കൊടുക്കുന്ന ഒരു നന്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്ന, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതം, ആയുസ്, ആരോഗ്യം, ഭവനം, വരുമാനമാർഗം, സമ്പത്ത് എന്നിവയ്ക്ക് ചുറ്റും ദൈവം കെട്ടുന്ന ഒരു വേലിയുണ്ട്, ദൈവം നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. എപ്പോഴും ആവർത്തിച്ച് പറയാറില്ലേ, നമ്മൾ സൂക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ വചനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന ചില സംരക്ഷണമുണ്ട്, ദൈവം നൽകുന്നൊരു സ്നേഹമുണ്ട്, ദൈവം നമുക്ക് നൽകുന്നൊരു പ്രൊട്ടക്ഷനുണ്ട്, ദൈവം നമുക്ക് നൽകുന്നൊരു കരുതലുണ്ട്, ദൈവം നമുക്ക് നൽകുന്നൊരു ഉയർച്ചയുണ്ട്. ഞാൻ ഈ വചനം ഇന്ന് ഞായറാഴ്ച പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതിരാവിലെ എഴുന്നേറ്റ്, എപ്പോഴേലും എഴുന്നേറ്റാൽ പോരെ? എപ്പോഴേലും പ്രാർത്ഥിച്ചാൽ പോരെ? ചിലർ പറയില്ലേ, എപ്പോഴേലും പ്രാർത്ഥിച്ചാൽ പോരെ, രാവിലെ തന്നെ പ്രാർത്ഥിക്കണമെന്നുണ്ടോ? രാവിലെ പ്രാർത്ഥിക്കുന്നതിനൊരർത്ഥമുണ്ട്. ജോബെന്ന് പറയുന്ന ഉദ്ദേശത്ത് ജീവിച്ചിരുന്ന ഈ സമ്പന്നനായ മനുഷ്യൻ അതിരാവിലെ എഴുന്നേക്കും. രാവിലെ എന്ന വാക്കുപോലുമല്ല, അതിരാവിലെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും കുടുംബമായി എപ്പോഴേലും അല്ല, അതിരാവിലെ പ്രാർത്ഥിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ വചനത്തെ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, ഇന്ന് കേട്ട വചനത്തിലൂടെ, ഇന്ന് പങ്കെടുത്ത പ്രാർത്ഥനയിലൂടെ, ഇന്ന് പങ്കെടുത്ത ആ ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും ആരോഗ്യത്തെയും അങ്ങ് സംരക്ഷിക്കണമേ. ഓരോ ദിവസവും കിട്ടേണ്ട അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. കിട്ടേണ്ട നന്മകൾ, ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ദൈവത്തിൻ്റെ സഹായമാണ് അതിലൂടെ കിട്ടുന്നത്. ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ദിവസം വചനം കേൾക്കാൻ സമയം കിട്ടിയല്ലോ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയല്ലോ, നന്ദി പറയുവാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെന്തിനാ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നല്ല ഭവനമുണ്ടാകട്ടെ, നല്ല സാഹചര്യങ്ങളുണ്ടാകട്ടെ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചവരുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. ഇവിടെ ജോബ് ദൈവത്തോട് ചേർന്ന് നിന്നപ്പം സാമ്പത്തികമായും അവൻ്റെ സമ്പത്തിനെ ദൈവം സഹായിച്ചു എന്നല്ല, സമ്പത്തിനെ ദൈവം വർദ്ധിപ്പിച്ചു എന്നാണ് വാക്യം. അവൻ്റെ സമ്പത്തിനെ ദൈവം വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചു. നിങ്ങളുടെ സാമ്പത്തിക മേഖല ദൈവത്തോടുള്ള ബന്ധത്തിൽ, അനുഗ്രഹത്തിൽ വളരാനും ഉയരാനും ഇടവരട്ടെ. ജോബ് ദൈവഭക്തനായി ജീവിച്ചപ്പം
എവിടെയൊക്കെയാണ് ജോബിന് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ കഴിഞ്ഞത്? ഏതെല്ലാം മേഖലകളിലാണ് ദൈവം ജോബിനെ ആ കാലത്ത് സംരക്ഷിച്ചത്? ഇന്നും പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് ഈ അനുഗ്രഹവും ഈ സംരക്ഷണവും അന്നും ഇന്നും എന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ചിന്തിക്കും, ജോബിൻ്റെ ബാക്കി പരീക്ഷണങ്ങളോ? അത് പരീക്ഷണങ്ങളാണ്. പിശാച് ആ ജീവിതത്തെ തകർക്കാൻ നോക്കിയതിൻ്റെ കുറച്ച് പരീക്ഷണ ഭാഗങ്ങളാണ്. ജോബ് അനുഭവിച്ച കുറേ പരീക്ഷണങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. ഒരു തരത്തിലുള്ള പൈശാചിക പരീക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഉണ്ടാകരുതേ. പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തിയും ബലവും ആത്മധൈര്യം